ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് താൽക്കാലിക ജാമ്യം. സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഡൽഹി ഹൈക്കോടതി 7 ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ ഈ ഡൽഹി കലാപ കേസിലാണ് ഇങ്ങനൊരു ഇടപെടലും നടപടിയും ഒക്കെ കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ജാമ്യമാണ്, താൽക്കാലിക ജാമ്യം. ഉപാധികൾ എന്തൊക്കെയാണ്? ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ആണ് 2020 നടന്ന കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലായിരുന്നു ഉമർ ഖാലിദ് അറസ്റ്റിലാകുന്നതും തുടർന്ന് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. നിലവിൽ ഇപ്പോൾ ഉമർ ഖാലിദ് മുന്നോട്ട് വെച്ച, അതായത് സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ആ ആവശ്യം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചുകൊണ്ടൊരു 7 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് ഉമർ ഖാലിദിന് നൽകിയിരിക്കുന്നത്. അതായത് ഈ മാസം 28 മുതൽ ജനുവരി 3 വരെയാണ് ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. 3-ാം തീയതി വൈകിട്ടോടുകൂടി ജയിലിൽ കീഴടങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ കർശന ഉപാധികൾ, ഈ ഇടക്കാല ജാമ്യത്തിന് നൽകിയിരിക്കുന്ന കർശന ഉപാധികൾ ഖാലിദ് പാലിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതിൽ പറയുന്നത്, കേസുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ സാക്ഷികളെയോ ഉമർ ഖാലിദ് ബന്ധപ്പെടുവാൻ പാടില്ല, 2 സമൂഹ മാധ്യമം ഉപയോഗിക്കാൻ പാടില്ല, കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെ മാത്രമേ ഈ ഒരു ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ കാണാൻ പാടുകയുള്ളൂ, സ്വന്തം വീട്ടിലും വിവാഹവേദിയിലും പോകാൻ മാത്രമാണ് അനുമതി, മറ്റിടങ്ങളിലേക്കുള്ള സഞ്ചാരം ഒഴിവാക്കണം എന്ന് തുടങ്ങിയ കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ജനുവരി 3 വൈകിട്ടോടുകൂടി തിരികെ ജയിലിൽ കീഴടങ്ങണമെന്നും ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.